ആഗോള വ്യവസായ ലോകത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ പുതിയൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ ഒന്നായ റോൾസ് റോയ്സ് ഇന്ത്യയിൽ തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റോൾസ് റോയ്സ് സിഇഒ തുഫാൻ എർഗിൻ ബിൽഗിങ്ങും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയാണ് ഇതിന് വഴിയൊരുക്കുന്നത്. കേവലം ഒരു കാർ കമ്പനി എന്നതിലുപരി പ്രതിരോധ വ്യോമയാന മേഖലകളിൽ വലിയ മാറ്റം ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നീക്കം. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന തീരുമാനങ്ങൾ എന്നൊന്ന് നോക്കാം. റോൾസ് റോയ്സ് എന്ന് കേൾക്കുമ്പോൾ മിക്കവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആഡംബര കാറുകളാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് അവർ. ഇന്ത്യയുമായുള്ള തങ്ങളുടെ സഹകരണം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സിവിൽ ഏവിയേഷനും പ്രതിരോധം എന്നീ മേഖലകളിലാണ് റോൾസ് റോയ്സ് കൂടുതൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പങ്കാളികളാവാൻ കമ്പനി സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കും നാവികസേനയുടെ കപ്പലുകൾക്കും ആവശ്യമായ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിൽ റോൾസ് റോയ്സിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. വിദേശത്ത് നിർമ്മിച്ച എഞ്ചിനുകൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു. ഇന്ത്യയിലെ വിമാന കമ്പനികൾ വലിയ തോതിൽ പുതിയ വിമാനങ്ങൾ വാങ്ങുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് ആവശ്യമായ എഞ്ചിനുകളുടെ സർവീസിംഗും മെയിന്റനൻസും ഇന്ത്യയിൽ തന്നെ തുടങ്ങുന്നതിനെ കുറിച്ചും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റോൾസ് റോയ്സിന്റെ ഈ വിപുലീകരണം ഇന്ത്യയിലെ യുവാക്കൾക്ക് വലിയ തൊഴിലവസരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിൽ നിലവിൽ തന്നെ കമ്പനിക്ക് വലിയൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോടെ നൂറുകണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ആഗോള നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. ഇന്ത്യയിലെ ടാലന്റ് പൂൾ ലോകത്തിന് തന്നെ അത്ഭുതമാണ് എന്നാണ് മുൻപ് പലതവണ സിഇഒ എർഗിൻ ബിൽഗിങ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തികച്ചും വിജയകരമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലകളിൽ റോൾസ് റോയ്സിന്റെ വലിയ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വെറും ഒരു കച്ചവടത്തിനപ്പുറം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ്.